ആമേൻ. തുടർന്നുള്ള സമയങ്ങളിൽ വളരെ ശ്രദ്ധയോടെ നമുക്ക് ദൈവജനത്തിന് മുൻപാകെ ആയിരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും നിശ്ചയമായിട്ടും. Let our hearts be steadfast and our minds focused on the word of God. God will bless us definitely. ചില ആഴ്ചകൾക്ക് മുമ്പ്, ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മാസത്തിന് മുൻപ്, ഞാൻ യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാനിടയായി. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് വീണ്ടും അന്ന് ഞാൻ എടുത്ത മെസ്സേജ് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സമയം കഴിഞ്ഞിരുന്നു. ആ മെസ്സേജിലേക്ക് ഇന്ന് പകലിൽ പോകുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. I think about a month ago, I briefly touched upon scripture from the book of Joshua, but we only had time for a brief introduction and I couldn't really get into the message. So hopefully we'll go back to the book of Joshua again. അതിൻ്റെ ഇടയ്ക്കുള്ള സമയങ്ങളിലൊക്കെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിൻ്റെ വചനം നമ്മൾ ക്ഷണിക്കപ്പെട്ട ദൈവദാസന്മാരിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ പ്രിയ ബെന്നി ബ്രദറിലൂടെ ഒക്കെ നമ്മൾ വചനങ്ങൾ കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. God also blessed us to be able to hear the ministry and the word from Brother Benny as well in the meantime. Amen. നമ്മുടെ ശ്രദ്ധ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലേക്ക് തിരിക്കാം. ജോഷുവ ചാപ്റ്റർ 1 verses 7 to 9. Praise the Lord. സ്തോത്രം. ആമേൻ. ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പഞ്ചാബിൽ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നു. A few years ago I was ministering in the state of Punjab. ചില സമയങ്ങൾ അവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ എൻ്റെ ശുശ്രൂഷ ജീവിതം ആരംഭിച്ചത് പഞ്ചാബിലാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് സഹായിച്ചു. ബൈബിൾ കോളേജ് അധ്യാപകനായിട്ട് അപ്പോൾ തന്നെ സ്ലമ്മുകളിൽ മിനിസ്റ്റർ ചെയ്യുവാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. ആ നിലയിൽ പഞ്ചാബിൽ ചില സമയങ്ങളിൽ ശുശ്രൂഷയിലായിരുന്നു. My spiritual ministry started in the state of Punjab. I was able to work as a teacher as well in the Bible school, and God blessed me during my ministry in Punjab. അതിനുശേഷം ദൈവം പറഞ്ഞു, അവിടുത്തെ ശുശ്രൂഷ അവസാനിച്ചത് മനസ്സിലായപ്പോൾ ഞാൻ തിരികെ നാട്ടിലേക്ക് വന്നു. After my ministry had ended in Punjab, I came back to Kerala according to the God's word. അവിടെ ബൈബിൾ കോളേജിൽ ടീച്ചറായിട്ടാണ് ഞാൻ മെയിൻലി പോയത്. അതുകൊണ്ട് അക്കാഡമിക് ഇയർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരായിരുന്നു. ഞങ്ങൾ അക്കാഡമിക് ഇയർ കഴിഞ്ഞപ്പോൾ അവിടുന്ന് പോരുവാനിടയായി. സ്തോത്രം. ദൈവദാസനെ പ്രിയ അവിടെ ഉള്ളായിരുന്ന അതിൻ്റെ സീനിയർ പാസ്റ്റർ പ്രിയ ശാന്തിമാമയ്ക്കൊക്കെ പരിചയമുണ്ട്. ചില നാളുകൾക്ക് മുമ്പ് ഈ രാജ്യത്ത് വന്നു ഞാൻ പോയി കാണുവാനൊക്കെ ഇടയായി തീർന്നു. സ്തോത്രം. അപ്പോൾ ഞാൻ അവിടുന്ന് പഞ്ചാബിൽ നിന്ന് മടങ്ങി നാട്ടിലെത്തി. അടുത്ത ഒരു സ്റ്റെപ്പിന് വേണ്ടിയിട്ട് എങ്ങോട്ടാണ് കർത്താവ് എന്നെ അയക്കാൻ ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയോടെ ദൈവത്തിലായിരുന്നു. Basically, I went to Punjab to work as a teacher in the Bible Institute along with 2 of my other friends. So after the academic year, we returned to Kerala, and I used to work with a senior pastor that Shanti is familiar with, and he had come here to this country, and I had been here to visit him as well. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് എന്താണെന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ കാതുകളിൽ മുഴങ്ങി. അപ്പോൾ തന്നെ സൈമിൾട്ടേനിയസ്ലി ഞാൻ അവിടെ ഒരു നമ്മുടെ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് വേങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്തൊരു ബൈബിൾ സ്കൂളിൽ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു. So while I was in Kerala, there was questions in my mind as to what my next step would be, but at the same time I was also working as a teacher at a Bible Institute in Kottarakara. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ പലരിലൂടെ കണക്റ്റഡ് ആയിട്ടൊരു കോൾ വരികയാണ്. ഡൽഹിയിൽ ഒരു ചർച്ച് മിനിസ്ട്രിക്ക് ഓപ്പണിംഗ് ഉണ്ട്. ഒരു ദൈവദാസൻ അദ്ദേഹം US-ലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ചർച്ചിൽ ഒരു പാസ്റ്റർ വേണം. So as I was praying about my next step, God spoke through different people saying that there was a church ministry starting in Delhi, and that because the pastor was going to America, they needed a pastor to lead that church. അവർക്ക് വിവാഹിതനായ പാസ്റ്ററെ വേണം. പക്ഷേ ഞാൻ വിവാഹിതനല്ലായിരുന്നു.
They want a pastor who was married, but I wasn't married at the time. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെയുള്ള ദൈവദാസൻ അമേരിക്കയ്ക്ക് പോകുന്ന ദൈവദാസൻ നാട്ടിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ പോയി മീറ്റ് ചെയ്യുവാൻ ഇങ്ങനെ എനിക്ക് ഇൻവിറ്റേഷൻ ലഭിച്ചു. അദ്ദേഹത്തെ കാണാനുള്ള ഇൻവിറ്റേഷൻ ലഭിച്ചു. So the pastor of the Delhi church who was going to America was in Kerala at the time, and he sent me an invitation to come and meet him. സത്യം പറഞ്ഞാൽ എനിക്ക് നോർത്ത് ഇന്ത്യക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അതാണ് അതിൻ്റെ റിയാലിറ്റി. To be truthfully speaking, I was not keen on going to do ministry in North India. എനിക്ക് കേരളത്തിൽ മിനിസ്റ്റർ ചെയ്യണമെന്നായിരുന്നു എൻ്റെ പേഴ്സണൽ താല്പര്യം. കാരണം ആ സമയത്ത് ഇങ്ങനെ എന്താ പറയുന്നത്, പല സ്ഥലങ്ങളിൽ പോയി ശുശ്രൂഷ ചെയ്യുക എന്നുള്ള ഒരു താല്പര്യമായിരുന്നു എനിക്ക് ആ ടൈമിലുണ്ടായിരുന്നത്. At that time, I wasn't personally keen on going to North India. I wanted to do my ministry in Kerala. പക്ഷെ അപ്പം ഞാൻ ഇങ്ങനെ ഈ ഒരു ഇൻവിറ്റേഷൻ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ ഈ ദേവദാസനെ കാണാൻ പോകണോ വേണ്ടായോ. So I started praying to God whether I should receive this invitation and go and meet this pastor or not. ഞങ്ങളുടെ വീട്ടിലിങ്ങനെ ടെലിവിഷൻ ഓൺ ആയിട്ടിരിക്കുകയാണ്. ഞാൻ പക്ഷേ ചെയറിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തോട് ഇങ്ങനെ മനസ്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, കർത്താവേ ഞാൻ ഡൽഹിക്ക് പോകണോ വേണ്ടായോ. So I was praying and meditating and asking God whether I should go to Delhi or not. കുത്തി ഇരുന്ന് പ്രാർത്ഥിക്കുവല്ല, ഒരു മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമൊന്നുമല്ല, ടെലിവിഷൻ ഓണാണ്, ഞാൻ അതിലോട്ട് നോക്കുന്നുണ്ട്. അപ്പം തന്നെ എൻ്റെ ഹൃദയം കൊണ്ട് ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ ഞാൻ ഡൽഹിക്ക് പോകണോ, ആ ദൈവദാസനെ മീറ്റ് ചെയ്യണോ വേണ്ടായോ. So I was watching television, but at the same time in my mind I was also asking God, should I go and meet this pastor from Delhi or not. ഞാൻ പറഞ്ഞതിന് കാരണം ദൈവത്തിന് ഏത് സമയത്ത് നമ്മോട് സംസാരിക്കാൻ പറ്റുമെന്നുള്ളതിന് അതുകൊണ്ടാണ് ഞാൻ ടെലിവിഷൻ്റെ കാര്യം പറഞ്ഞത്. ചുമ്മാ അത് പറഞ്ഞതല്ല, എനി ടൈം ഗോഡ് ക്യാൻ സ്പീക്ക് ടു യു. ദൈവത്തിന് നമ്മളോട് എപ്പോഴും സംസാരിക്കും. അപ്പം ഞാൻ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ വായിച്ച വേദഭാഗങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി സംസാരിക്കുവാനിടയായി. So as I was meditating God, at that very moment God spoke to me powerfully through these scriptures. നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് നീ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. So he told me, be of good courage and strength wherever I may send you. Hallelujah. Amen. നീ പോകുന്നിടത്തൊക്കെയും ഞാൻ ഏകദേശം 6-7 വർഷങ്ങൾ ഞാൻ ശുശ്രൂഷ ചെയ്ത സമയങ്ങൾ ഒരുപാട് മിനിസ്ട്രിയുടെ സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരു ബാച്ചിലർ പാസ്റ്ററായിരുന്നു. അവർ മാരീഡായിട്ടുള്ള ആളെ വേണമെന്ന് പറഞ്ഞെങ്കിലും എന്നോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്തു. എന്നെ ഒരു ഓൺലി വൺ കണ്ടീഷൻ, വിത്തിൻ 6 months കല്യാണം കഴിക്കണം. ഹല്ലേലൂയ. പക്ഷേ ഐ വാസ് ഓൺലി 24 or something like that. പക്ഷേ അവരുടെ കണ്ടീഷൻ അതായിരുന്നു. പക്ഷേ കല്യാണം വളരെ ലേറ്റായിട്ട്, പിന്നീട് കുറേ സമയങ്ങൾ കഴിഞ്ഞിട്ടാണ്, ചില വർഷങ്ങൾ കഴിഞ്ഞാണ് കല്യാണം കഴിഞ്ഞു. ബട്ട് ദൈവമാണ് പറയുന്നതെന്നുള്ള ഉറപ്പോടുകൂടി ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. അവർ എന്നെ അവിടുത്തെ പാസ്റ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. ഞാൻ പറയുന്നത് ആ ഒരു 6-7 years എന്നെ ആ ഡൽഹിയിൽ നിർത്തിയത്, ആ ശുശ്രൂഷയുടെ സ്ട്രഗിൾസിൻ്റെ നടുവിൽ നിർത്തിയത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനം ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെയുള്ളത് കൊണ്ട്. എൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല, എനിക്ക് മിനിസ്ട്രി പാസ്റ്റ് എക്സ്പീരിയൻസ്, ചർച്ച് മിനിസ്ട്രി എക്സ്പീരിയൻസ് ഇല്ല. ഓൺലി സഭകളിൽ പോയി സഭായം നടത്തി തിരിച്ചു പോരും എന്നുള്ള എക്സ്പീരിയൻസ് അല്ലാതെ ചർച്ച് മിനിസ്ട്രി എക്സ്പീരിയൻസുകളില്ല. അങ്ങനെയുള്ള എന്നെ നിർത്തിയത് ഈ ദൈവത്തിൻ്റെ വചനമാണ്. സ്തോത്രം. So during that time, it was although I had faced many struggles in my spiritual journey, I had never led a church ministry. I had only gone to churches to preach. But even in those struggles, God spoke to me clearly through these words, and He strengthened me. And I was able to be appointed to the church in Delhi, although they had a condition that there should be a married pastor. I wasn't married at this time, but they still appointed me, and under the one condition that I should marry within 6 months. But even that didn't happen. My marriage happened much later. But in those 6 and 7 years, I can say it from truth of my heart that it is these verses that strengthen me. സ്തോത്രം. ദൈവം സംസാരിച്ച ഒരു വചനം, ആമേൻ, ഹല്ലേലൂയ, അത് എന്നെ നിലനിർത്തിയെങ്കിൽ നമ്മളോട് ദൈവം സംസാരിക്കുന്ന ഒറ്റ വാക്ക്, ഒരു വചനം മതി നമ്മെ നിലനിർത്തുവാൻ. ഏത് അവസ്ഥയിലും ഏത് സാഹചര്യത്തിലും നമ്മെ നിലനിർത്തുവാൻ, നമ്മെ ബലപ്പെടുത്തുവാൻ, നമ്മളെ മുൻപോട്ട് നയിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. Amen. If God's one verse from the word of God was able to strengthen me, my dear brothers and sisters, be of good courage and strength to know that even if God speaks to you just one word, that is enough to sustain you and strengthen you. നമ്മൾ പലരോടും പല സമയങ്ങളിൽ ദൈവം വചനത്തിലൂടെ ഇടപെടാറുണ്ട്. നമ്മൾ പലപ്പോഴും അത്
കേട്ട് അല്ലെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അതിന് അത്ര പരിഗണന കൊടുക്കാറില്ല. പക്ഷെ ഞാൻ പറയുന്നത്, കേൾക്കുന്ന വചനത്തെ നമ്മൾ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. അത് നമ്മെ നിലനിർത്തും, അത് നമ്മെ ബലപ്പെടുത്തും, അത് നമ്മുടെ ആത്മീക വർധനവിന് കാരണമായി തീരും. Many a times we hear word from God, especially through the servants of God who speak to us. But many times we do not meditate on those words. But if we meditate on the prophecy that God has given us or spoken to us, His word is enough to sustain us, to strengthen us, and to lead us in our spiritual journey. Hallelujah. Praise the Lord. ഞാൻ പറഞ്ഞത്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനത്തിന് നമ്മളെ നിലനിർത്തുവാൻ കഴിയും. So the word of God is able to strengthen us and sustain us. കർത്താവിൻ്റെ വചനം നമ്മെ നിലനിർത്തുന്നതാണ്. The word of God will sustain us. എന്നോട് ദൈവം സംസാരിച്ച മാത്രയിൽ ഞാൻ പറഞ്ഞ്, നിങ്ങൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാതിരിക്കാൻ പറയാം. ആമേൻ. ടെലിവിഷൻ കാണുന്ന ഞാൻ എൻകറേജ് ചെയ്യുമായിരുന്നില്ല. ബട്ട് ഞാൻ പറയുന്നത്, ആ സാഹചര്യത്തിലും ദൈവം എന്നോട് സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഞാൻ വേഗത്തിൽ ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി. ഈ വാക്യം, സത്യം പറഞ്ഞാൽ ഈ വാക്യം എവിടെയാണെന്ന് ഞാൻ ആ സമയത്താണ് പെട്ടെന്ന് തിരിഞ്ഞ് കണ്ടുപിടിക്കുന്നത്. ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് കൺഫർമേഷൻ പ്രാപിച്ച് മുൻപോട്ട് പോകുവാനിടയായി. ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ ആ വചനത്തെ മുറുകെ പിടിച്ച് ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ ആ വചനം നമ്മെ മുൻപോട്ട് നടത്തുവാനിടയാകും. Just to clarify, I'm not saying watching television is a good habit. I'm just saying that while I was sitting there, I was still meditating on God and asking for advice. But as soon as God gave me this verse, I went into the room and sought this verse out from the Bible, and again got my confirmation from God. Amen. Praise the Lord. അപ്പോൾ ഇവിടെ പറയുന്ന 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. 4 കാര്യങ്ങൾ. ഒന്ന്, യോശുവയുടെ ദൈവം പറയുകയാണ്, നീ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുക. So I want to share 4 things from these verses that we read, and the first thing is listen to the word of God and obey the word of God. Amen. 1:7 പ്രകാരം എഴുതിയിരിക്കുന്നു, നീ ദൈവത്തിന്റെ വചനം അനുസരിക്കുക. It says in verse 7 to obey the word of God. 2, ദൈവത്തിന്റെ വചനം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. And the second point is, do not turn to the right or to the left from the word of God. 3, നിന്റെ വായിൽ നിന്ന് ഈ വചനം മാറിപ്പോകരുത്. And thirdly, this word should not depart from your mouth. 4, രാവും പകലും അതിനെ ധ്യാനിക്കുക. And fourthly, you should meditate on the word of God day and night. ഒന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ വചനം അനുസരിക്കുക. Firstly, it is to obey the word of God. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തോടുള്ള അനുസരണം, അത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. God desires that we are obedient to His word. ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ കേട്ട് മറക്കാനല്ല, അവൻ നെഗ്ലക്റ്റ് ചെയ്യാനല്ല, ദൈവത്തിൻ്റെ വചനം മുറുകെ പിടിച്ചതിനെ അനുസരിക്കാനുള്ളതാണ്. We should not hear the word of God and forget and neglect it, but we should hold on to the word of God and hold on to the promise that He has spoken to us. ദൈവത്തിൻ്റെ വചനത്താലാണ് സകലതും ഉളവായി വന്നത്. So everything was created by the word of God. ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, ദൈവത്തിൻ്റെ വചനത്തിന് സൃഷ്ടിപ്പിന്റെ ശക്തിയുണ്ട്. ഇറ്റ് ഹാസ് ക്രിയേറ്റീവ് പവർ. ദൈവത്തിൻ്റെ വചനത്തിന് സൃഷ്ടിപ്പിന്റെ ശക്തിയുണ്ട്. I have said this many times before, I say it again, that the word of God has creative powers. ആമേൻ. ദൈവ വചനം അനുസരിക്കായികയാൽ അവര് വീണു പോകുവാൻ, ആദമും ഹവ്വയും വീണു പോകുവാനിടയായി. Adam and Eve fell because they did not obey the word of God. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെട്ട് ദൈവ വചനത്താൽ തന്നെ നമ്മളെ വീണ്ടെടുക്കുവാനിടയായി. That God is able to redeem us through His word. ഹല്ലേലൂയ. ആമേൻ. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 1 Peter chapter 1 verse 23. യെസ്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. So we have been born again, not of perishable seed, but of imperishable seed. ഹല്ലേലൂയ. ദൈവ വചനത്താലാണ് ദൈവം നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. It is through His word that God has redeemed each and every one of us. വചനം അനുസരിക്കായികയാൽ വീണുപോയി, വചനത്താൽ തന്നെ വീണ്ടും ജനനം ദൈവം നൽകുവാനിടയായി. It was through disobedience to the word that man fell, but it is again through obedience to the word that God redeemed us. വചനം അനുസരിക്കായികയാൽ ആത്മിക മരണം സംഭവിച്ചു. വചനം അനുസരിച്ചപ്പോൾ, വചനം വിശ്വസിച്ചപ്പോൾ ആത്മിക ജീവൻ, വീണ്ടും ജനനം ഉളവാകുവാനിടയായി.
Through disobedience, we died spiritually, but again, through obedience to the word, we were able to be born again into the word of God. സ്തോത്രം. അപ്പോൾ നമ്മൾ നിലനിൽക്കുന്നത് ദൈവ വചനത്താലാണ്. അടുത്ത ഭാഗം, നമ്മൾ നിലനിർത്തുന്ന ദൈവവചനം. And it is the word of God that sustains us. Praise the Lord. സകലത്തെ സൃഷ്ടിച്ചത്, നമ്മളെ വീണ്ടെടുത്തത് വചനത്താലാണ്. നമ്മൾ നിലനിൽക്കുന്നത് ദൈവവചനത്താല. ആമേൻ. എബ്രായ ലേഖനം പറയുന്നു, വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതുവാൻ ആവശ്യം. നമ്മൾ ഒഴുകിപ്പോകാതിരിക്കുവാൻ, നമ്മൾ നശിച്ചു പോകാതിരിക്കുവാൻ, നമ്മൾ വീണു പോകാതിരിക്കുവാൻ കേട്ടതിനെ മുറുകെ പിടിക്കണം. We were created and redeemed by the word of God, and as we read in the book of Hebrews, that we may not fall down, we need to hold on and meditate on the word of God. സ്തോത്രം. വചനം നമ്മെ നിലനിർത്തുമെന്ന് പറയുമ്പോൾ ആമേൻ, പാപത്തിൽ നിന്ന് വചനം നമ്മെ അകറ്റും. So when we say that the word will sustain us, it also means that the word of God will separate us from sin. 119 സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഒരു മിനിറ്റത്തേക്ക് 119 സങ്കീർത്തനം അതിന്റെ 11ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? Can we turn to Psalms 119 verse 11? ആമേൻ. നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ പാപത്തിൽ നിന്ന് അകറ്റും. So the word of God will keep us from sinning. ഹല്ലേലൂയ. അപ്പം നിലനിർത്തുമെന്ന് നമ്മൾ പറയുന്നു, അപ്പോൾ തന്നെ പാപത്തിൽ നിന്ന് നമ്മെ അകറ്റി സൂക്ഷിക്കും. So the word of God will not only sustain us, but it will also keep us from sin. ആമേൻ. അതിന്റെ 92ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? വേഴ്സ് 92. സ്തോത്രം. കഷ്ടതയിൽ നശിച്ചു പോകാതെ എന്നെ നിലനിർത്തിയത് നിന്റെ വചനമാണ്. So it is your word that has kept me from perishing in my affliction. ആമേൻ. ആമേൻ. 165ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? 165 verse. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ന്യായപ്രമാണത്തിന് പ്രിയമുള്ളവർ, ദൈവവചനത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് വീഴ്ചയില്ല. വീഴ്ചയ്ക്ക് വീഴാതെ വണ്ണം നമ്മളെ നിലനിർത്തുന്നതാണ് ദൈവത്തിന്റെ വചനം. So those who obey and do the word of God is strong enough to sustain us and lead us. ഹല്ലേലൂയ. ദൈവവചനത്താൽ സകലവും ഉളവായി. ദൈവവചനം ആമേൻ നമ്മെ വീണ്ടെടുത്തു. ദൈവത്തിൻ്റെ വചനം നമ്മെ നിലനിർത്തുന്നു. കഷ്ടതയുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും ദൈവത്തിൻ്റെ വചനം നമ്മെ നിലനിർത്തും. ഹല്ലേലൂയ. So the word of God not only creates, but it also sustains and strengthens us. എത്ര പേർക്ക് ഈ വചനത്തെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്? How many of you can love the word of God? ദൈവവചനത്തോട് എത്ര പേർക്ക് സ്നേഹമുണ്ട്? How many of you have love towards the word of God? ഹല്ലേലൂയ. ദൈവവചനത്തെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ട്? How many of you actually love the word of God? ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. അവൻ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവവൈതൽ ദൈവവചനത്തെയും സ്നേഹിക്കും. We say that we love God, but the one who loves God also loves the word of God. നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമെന്നാ പറയുന്നത്. പ്രിയം. So it says it shows love towards your law. അവൻ വചനം കേൾക്കുമ്പോൾ ഇറിറ്റേറ്റ് ആവുന്ന ആരെങ്കിലും ഉണ്ടോ? Does anybody get irritated by hearing the word of God? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തോട് എനിക്ക് സ്നേഹമാണ്, എനിക്ക് പ്രിയമാണ്. കാരണം അവൻ ഇത് തന്ന, ഇത് അരുളി ചെയ്തവനെ ഞാൻ സ്നേഹിക്കുന്നു. I have love towards the word of God because I love the God who created me. ഒരു വ്യക്തിയോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ അവർ പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കും. അവർ പറയുന്ന വാക്കുകൾ നമുക്ക് അതിനോടും സ്നേഹമുണ്ടാവും. If we love a person, we will obey or listen to what they say and obey what they tell us. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തോട് സ്നേഹമുള്ളവർക്ക് ദൈവവചനത്തോടും സ്നേഹമുണ്ടാകും. So those who love God should also love the word of God. അപ്പോൾ ഇവിടെ പറയുകയാണ്, ദൈവം ഒന്നാമത് യോശുവയോട് പറയുന്നു, നീ വചനത്തെ അനുസരിക്കണം. So firstly, God is telling Joshua that he needs to obey the word of God. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സെർമൺ ഓൺ ദി മൗണ്ടിന് ശേഷം, കുഞ്ഞുങ്ങൾ, all the children please be attentive, okay, please listen here, I'll ask some questions, okay, amen, okay, are you all ready? കാല് താത്തിട്ട് കുഞ്ഞുങ്ങൾ രണ്ടൊരു കാല് താത്തിട്ട് yeah, please be attentive, okay, I'll ask questions, okay. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സെർമൺ ഓൺ ദി മൗണ്ട്, പർവ്വത പ്രസംഗത്തിന് ശേഷം ഇപ്രകാരം പറയുകയാണ്, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധി
ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. So when Jesus was preaching on the mountain, on the Sermon on the Mount, he told the people that were listening to him that those who will listen to his word is like the wise person who builds his house upon the rocks. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 24 തൊട്ട് താഴോട്ടൊന്ന് വായിക്കാമോ വേഗത്തിൽ? Matthew chapter 7 verses 24. എൻ്റെ ഈ വചനങ്ങളെ കേൾക്കുക മാത്രമല്ല കേട്ട്, നോട്ട് ഓൺലി ഹിയറിങ്, കേൾക്കുക മാത്രമല്ല, ആമേൻ, കേട്ടിട്ട് അതിനെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണം, അതിനെ ചെയ്യണം. സ്തോത്രം. So not only should we listen to the word of God, but we should also do the word of God. നമ്മളെല്ലാം വചനം കേൾക്കുന്നവരാ. We all listen to the word of God. നമ്മൾ കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ, പ്രായോഗിക ജീവിതത്തിൽ നമ്മളത് അനുവർത്തിക്കാറുണ്ടോ? നമ്മൾ ഒന്ന് പരിശോധിക്കണം. നമ്മൾ എത്രമാത്രം വചനം കേൾക്കുന്നവരാ. We need to examine ourselves that although we hear the word of God, do we actually apply it practically in our lives? ഹല്ലേലൂയ. ആമേൻ. അടുത്ത ഭാഗത്ത് അടുത്ത വാക്യം ഒന്ന് വായിക്കാമോ? 25. ശ്രദ്ധിക്കണം, വൻമഴ ചൊരിഞ്ഞു. സ്തോത്രം. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ്റെ കാര്യം പറഞ്ഞിട്ട് പറയുക, വൻമഴ ചൊരിഞ്ഞു. ആരുടെ മേൽ? സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തെ കേട്ട അനുസരിക്കുന്ന അവൻ്റെ മേൽ എന്തോ ചൊരിഞ്ഞെന്നാ പറയുന്നേ? അവന് ആ വചനത്തെ കേട്ട് അനുസരിക്കുന്ന വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. കാറ്റടിച്ചു. ഇതിനെ ഏതുമായിട്ട് കണക്ട് ചെയ്യുന്നത്? വചനം കേട്ട് അനുസരിക്കുന്നവരുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്താ പറയുന്നത്. ആമേ, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. അപ്പോൾ വീഴാതെ നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. So we need to remember that these things happened. The rains came down, the streams rose, and the winds blew against the house. This is happening in the life of a person who is obeying and doing the word of God. So we should all be, we will all go through struggles although we obey and do the word of God. എത്ര പേർക്ക് ദൈവത്തിൻ്റെ വചനം, ആമേൻ, ഞാൻ കർത്താവേ, ആമേൻ, അങ്ങയുടെ പലപ്പോഴും അനുസരണക്കേട് കാട്ടിയിട്ടുണ്ട്, അങ്ങയുടെ വചനത്തെ അനുസരിക്കാതിരുന്നിട്ടുണ്ട്. കർത്താവേ, അങ്ങയുടെ വചനം അനുസരിക്കുവാൻ ഞാൻ എന്നെ തന്നെ ഒന്ന് വീണ്ടും സമർപ്പിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? Just examine ourselves how many times we have been disobedient to the word of God. Let us make a decision today that I will obey your word and do what you commanded me to do, Father. എത്ര കാര്യങ്ങൾ നമ്മൾ അനുസരണക്കേട് കാട്ടിയിട്ടുണ്ട്. ആമേൻ. ദൈവത്തോട് പറയാൻ, കർത്താവേ, നിന്റെ വചനത്തെ പൂർണ്ണമായി അനുസരിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ, ഞാൻ അതിനായി എന്നെ സമർപ്പിക്കുന്നു. How many instances and how many times have we been disobedient to the word of God? Let us make a decision to obey God's word and do what he commands us. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം അനുസരിച്ചില്ല. ചിലർക്കാണെങ്കിൽ അത് അനുസരിച്ചില്ല എന്നുള്ള ബോധ്യം വന്നാലും അത് അവരെ വലുതായിട്ടൊന്നും അഫക്റ്റ് ചെയ്യാറില്ല. ചിലർക്ക് അനുസരണക്കേട് കാട്ടുമ്പോൾ വളരെയധികം ഭാരം, വേദന ഹൃദയത്തിലുണ്ടാകും. Some people, although may disobey the word of God, they're not really bothered much about it. But other people who, although when they disobey the word of God, they have that guilty conscience in their hearts. ഹല്ലേലൂയ. അത് കാണിക്കുന്നത് നമ്മൾ ദൈവവചനം അനുസരിക്കാതിരിക്കുമ്പോഴും നമുക്കൊരു കുഴപ്പവും ഒരു വിധത്തിലുള്ള പ്രയാസവും മനസ്സിലുണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തിങ്കിൽ നിന്ന് വളരെ ദൂരെ ആയിരിക്കുന്നു എന്ന് അതിൻ്റെ അർത്ഥം. So if it means that we are not bothered when we disobey the word of God, it means that we have strayed far away from God's presence. ഹല്ലേലൂയ. ആമേൻ. ദൈവവചനം അനുസരിക്കാതിരിക്കുമ്പോൾ ഹൃദയത്തിൽ വളരെ ഭാരവും വേദന ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ആമേൻ, നമ്മൾ ഇപ്പോഴും ദൈവത്തോടുള്ള ആ ബന്ധം നമ്മൾക്കുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തോട്, ആമേൻ, കുറച്ച് അടുത്താണ് നമ്മൾ നിൽക്കുന്നതെന്ന് അത് കാണിക്കുന്നത്. If you disobey the word of God and have a guilty conscience in our hearts, that it means that we are still in God's presence, that we want to please God in whatever he says to us. പാപത്തിൽ തുടർന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഏത്? പാപത്തിൽ വീണ്ടും തുടർന്നു കഴിഞ്ഞാൽ നമ്മളും, ആമേൻ, മരവിച്ച മനസ്സിൻ്റെ ഉടമകളായി ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതിരുന്നാലും
യാതൊരു വിധത്തിലുള്ള പാപബോധവും ഭാരവും ഉണ്ടാകാത്തൊരു നിലയിലേക്ക് നമ്മൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. But at the same time, although we may have a guilty conscience initially, but if we keep on sinning, then we will slowly and gradually move away from God, and then our hearts will be hardened and our minds will be stubborn. പലതും കുഴപ്പമില്ല, സാരമില്ല എന്നുള്ള ചിന്താഗതികളാണ് നമുക്ക്. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തോടുള്ള അനുസരണക്കേടിനെ ദൈവം സാരമില്ല എന്ന് കാണുന്ന ദൈവമല്ല. അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. Many times we think it's okay not to disobey God and then nothing will happen, but God takes every disobedience seriously. അടുത്ത ഭാഗത്ത് പറയും, രണ്ടാമത്തെ ഒന്നും അനുസരിക്കുക, രണ്ടാമത്തെ നീ അതിനെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. So secondly, God is telling Joshua that he should not stray to the right or to the left from his word. അതിനെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീ മാറുവാൻ പാടില്ല. So you should not turn to the right or the left from my commands. എന്ന് പറഞ്ഞ സ്വന്തം ഇഷ്ടപ്രകാരം നീ സ്റ്റെപ്പ് വെക്കരുത് എന്നാ പറയുന്നത്. So it basically means that you should not take a decision based on your own thoughts. നീ എൻ്റെ വചനപ്രകാരം മുൻപോട്ട് പോകണം. നിന്റെ ഇഷ്ടപ്രകാരം സ്റ്റെപ്പ് വെക്കുവാൻ ഞാൻ നിനക്ക് അനുവാദം തരുന്നില്ല. You should move forwards according to my words, that you do not have a decision to turn right or left based on your thoughts. ആവർത്തന പുസ്തകം 28 അധ്യായം 14 വാക്യം ഒന്ന് വായിക്കാമോ? ആവർത്തന പുസ്തകം 28, ഡ്യൂട്ടറോണമി 28 14. സ്തോത്രം. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന വചനങ്ങളിൽ യാതൊന്നെങ്കിലും വിട്ട് അന്യദൈവങ്ങളെ സേവിപ്പാൻ നീ ഇടത്തോട്ടോ വലത്തോട്ടോ. യെസ്, ദൈവം നമുക്ക് അനുവാദം തരുന്നില്ല. തൻ്റെ വചനം തികവുള്ളതാണ്, തൻ്റെ വചനം പൂർണ്ണമാണ്, തൻ്റെ വചനം ആമേൻ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ കൊണ്ടുവരുന്നതാണ്. അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ ദൈവം അനുവദിക്കുന്നില്ല. God's commands accomplish many things in our lives. God's commands are essential in our lives. We should not turn to the right or to the left from the command of God. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ വഴികളിൽ തന്നെ നമ്മൾ നടക്കണം. So we should walk completely in the ways of God. Hallelujah. Praise the Lord. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പലപ്പോഴും അവർ ആഗ്രഹിക്കുന്ന കാര്യമാണ്, പലരും പറഞ്ഞിട്ടുണ്ട്, കുറച്ചുകൂടെ ഒരു എന്താ പറയുന്നത്, ഫ്രീഡം അല്ലേ, ഫ്രീഡം. പക്ഷെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് അവർ പറയുന്നത് അനുസരിച്ച് കുഞ്ഞുങ്ങൾ മുമ്പോട്ട് പോകണമെന്നാണ്. Many of our children, especially the youth, seek freedom. മാതാപിതാക്കൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസുകളിൽ നിന്നുകൊണ്ട് അവർ പല കാര്യങ്ങളും കുഞ്ഞുങ്ങളോട് പറയുന്നത്. Parents speak to the children from the experience in their lives. അവർ നിങ്ങളുടെ പ്രായം കഴിഞ്ഞിട്ടാണ് ഇപ്പോഴുള്ള ആ ഏജിലേക്ക് വന്നിരിക്കുന്നത്. They have got to this age through childhood as well. അപ്പോൾ അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് വളരെ പ്രധാനപ്പെട്ട ആ ജീവിത അനുഭവത്തിൽ നിന്നാണ് അവർ പലതും നിങ്ങളോട് പറയുന്നത്. So their life experience are very important, and it is through this experience that they try and educate their children. കുഞ്ഞുങ്ങൾ പറയും, ഇതൊരു വലിയ ഭാരമാണ്, വലിയ ബുദ്ധിമുട്ടാണ്, ഇതിനകത്ത് ഒന്ന് എസ്കേപ്പ് ആയി കിട്ടിയാൽ നല്ലതാണെന്ന് ആഗ്രഹിക്കുന്ന പല കുഞ്ഞുങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട്. I have seen many children who think that what their parents tell is too burdensome for them, and they want their own freedom. ഹല്ലേലൂയ. ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ കൽപ്പനകൾ അതിനെ നമുക്കെങ്ങനെ ഫീൽ ചെയ്യുന്നേ? In relation to God's message towards us, how do we receive the word of God? ഹല്ലേലൂയ. സന്തോഷത്തോടാണോ നമ്മൾ ഇത് അനുസരിക്കുന്നത്? Do we obey God's word with a joyful heart? ഹല്ലേലൂയ. നമുക്കൊരു ബോധ്യമുണ്ടോ ഇതെൻ്റെ നന്മയ്ക്കായിട്ട ദോഷത്തിനായിട്ടല്ലെന്ന്? Do we have a realization that this is for my good and not for my trouble? അങ്ങനെ ഒരു ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് ദൈവവചനം കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാകും. If you have that thought in mind, then you will be glad to hear the word of God. എൻ്റെ പേരൻസ് പറയുന്നത് എൻ്റെ ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ടാണ്, എൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്, ഞാൻ തെറ്റായ വഴികളിൽ പോയി നശിച്ചു പോകാതിരിക്കാനാണ് എന്നുള്ള ബോധ്യം ഒരു പൈതലിൻ്റെ ഉള്ളത്തിലേക്ക് കയറി കഴിഞ്ഞാൽ
മാതാപിതാക്കൾ പറയുന്നത് ഒരു ബേർഡനായിട്ട് തോന്നത്തില്ല. If the children realize that what their parents are telling them is for their own good, that they may not face destruction, then they will be happy to hear the word from their parents. മാതാപിതാക്കൾ അവരുടെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നു. Parents speak from their life experiences. ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ സർവജ്ഞാനിയായ സർവശക്തനായ ദൈവ സകലത്തെ അറിയുന്നവൻ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ, സ്തോത്രം, ഹല്ലേലൂയ, അവൻ്റെ മുന്നറിവിൽ നിന്നുകൊണ്ട് അവൻ നമ്മുടെ ഇന്നലകളെയും ഇന്നിനെയും നാളകളെയും അറിയുന്നവനാ. അവൻ അറിയാം നമ്മൾ ഏത് പാതയിൽ പോയാൽ അനുഗ്രഹിക്കപ്പെടുമെന്ന്. അപ്പോൾ സർവശക്തൻ പറയുന്ന കാര്യങ്ങളോട് നമ്മൾ അനുസരണക്കേട് കാണിക്കരുത്. So if we think that our parents speak from life experience, simultaneously the creator of the heavens and the earth who created us knows what is best for us, and his commands are to prosper us and not to destroy us. എത്ര പേർക്ക് എന്നോട് ചേർന്ന് വരാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഹല്ലേലൂയ, ആമേൻ. ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും. If you obey the word of God, then it will be a blessing in our lives. മൂന്നാമത്തെ കാര്യം പറയുകയാണ്, നിന്റെ വായിൽ നിന്നത് മാറിപ്പോകരുത്. Thirdly, he is telling Joshua that the law should not depart from your mouth. നിന്റെ വായിലെ വചനം ഉണ്ടാകണം. So the law should be always in your mouth. ഹല്ലേലൂയ. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ള നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. So the book of the law should not depart from your mouth. എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് എൻ്റെ വചനങ്ങളാണ്. So that you need to keep saying the word of God. അല്ലെങ്കിൽ നമ്മുടെ സംസാരങ്ങൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാകണം. So our speech should be based on the word of God. എത്ര പേർക്ക് മനസ്സിലാകുന്നു? How many of you are able to understand me? ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ വായിൽ ദൈവവചനം വരണം, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. So God desires that we should have the book of the law in our mouths, and whatever we speak should be based on the law of God. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളെ ചീത്ത വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? How many of you desire to scold your child? അല്ലല്ല, കുഞ്ഞുങ്ങൾ വേണ്ടാത്ത പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും പേരൻസ് ഉണ്ടോ ഇവിടെ? How many of the parents would desire that a child would say something abusive? ആർക്കും ആഗ്രഹമില്ല. എല്ലാവരും പറഞ്ഞത് എൻ്റെ കുഞ്ഞ് പറയുന്ന കാര്യങ്ങൾ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും പുറത്തൊക്കെ പോകുമ്പം അല്ലേ, നമ്മൾ വളരെ കുഞ്ഞുങ്ങൾ പറയും അല്ലേ, വളരെ നന്നായിട്ട് സംസാരിക്കണം. മോശമായിട്ടുള്ള എന്തെങ്കിലും പറയുമ്പം ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ അസ്, ഇത് നമുക്ക് നല്ലതല്ല അല്ലേ, കറക്റ്റ് ചെയ്യാറില്ലേ? കുഞ്ഞുങ്ങൾ അങ്ങനെ പറയരുത്. സ്വർഗത്തിലെ ദൈവം, സർവശക്തനായ ദൈവം, നമ്മുടെ ഉടയവൻ, നമ്മുടെ പിതാവ് നമ്മിൽ ആഗ്രഹിക്കുകയാണ്, നിന്റെ വായിൽ നിന്ന് എൻ്റെ വചനം പുറത്തു വരണം. So no parent decides a child to speak in an abusive or unacceptable language, but that they should be obedient and good children. Likewise, the Heavenly Father also desires that whatever we speak should be based on the Word of God. ഇതുമായിട്ട് കണക്റ്റഡ് ആണ് നാലാമത്തെ കാര്യം, ഇത് രാവും പകലും ധ്യാനിക്കണമെന്ന്. And the fourth point is connected to this one, that we should meditate on the Word of God day and night. നീ രാവും പകലും ഇത് ധ്യാനിച്ചാൽ നിന്റെ ഹൃദയത്തിന്റെ അകത്തിരിക്കുന്ന ഈ വചനം വായിലൂടെ പുറത്തു വരും. So when you meditate on it day and night, the word that is in your heart will flow out from your mouth. ഹല്ലേലൂയ, സ്തോത്രം. ഈ അനാവശ്യ അവസരത്തിൽ കയറി വചനം പറയരുത്. ഇല്ല, പന്നികളുടെ മുമ്പിൽ മുത്തിടരുതെന്ന് പറഞ്ഞ പോലെ പരിജ്ഞാനമില്ലാതെ, സ്തോത്രം അല്ലെ, പരിജ്ഞാനമില്ലാതെ വചനം പറയരുത് അല്ല. പണ്ടൊരാൾ ഇങ്ങനെ ബൈബിൾ തുറന്നിട്ട് ബൈബിൾ പറയുന്ന പോലെ, അപ്പോൾ പുള്ളിക്കാരന് ബൈബിളിൽ എന്താണോ തുറക്കുമ്പോൾ കിട്ടുന്നത് അതനുസരിച്ച് ചെയ്യാൻ ആഗ്രഹിച്ച് താൻ തുറന്നപ്പോൾ പറഞ്ഞു, യൂദാ കെട്ടി ഞാൻ തത്ത് കളഞ്ഞു. അടുത്തത് നീയും പോയി അതുപോലെ. സ്തോത്രം. ആമേ. വളരെ നമ്മൾ പരിജ്ഞാനമുള്ളവരായിരിക്കണം. വചനം എവിടെ, ദൈവവചനം എവിടെ പറയണം, എങ്ങനെ പറയണം, വളരെ പരിജ്ഞാനത്തോടുകൂടി. ആമേൻ. വിലയേറിയ മുത്തായത്, ഇത് വിലയേറിയ മുത്ത, ഇത് പന്നികളുടെ മുമ്പിൽ ഇടാനുള്ളതല്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. The word of God is like precious pearls. We should not drop it in front of a pig. So likewise, we need to have wisdom when we speak the word of God. We should know the circumstances and the situation before we speak the word of God. സ്തോത്രം. അതിന് ദൈവകൃപ വേണം, ദൈവിക പരിജ്ഞാനം നമുക്ക് ആവശ്യമാണ്. We need God's grace and wisdom from God. ആമേൻ. എനിക്ക് പരിജ്ഞാനം ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടത്തില്ല, അങ്ങനെയല്ല. ഹല്ലേലൂയ. എവിടെ അല്ലേ, സ്തോത്രം. എനിക്ക് ഭയങ്കര പരിജ്ഞാനം, അതുകൊണ്ട് ഞാൻ ഇതൊന്നും അങ്ങനെ എവിടെ പറയണം, എങ്ങനെ പറയണം അല്ലേ. തക്ക സമയത്ത് പറയുന്ന വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ എന്നാ. സ്തോത്രം.
So we should not shy away from speaking the word of God, but we should have wisdom as to when and what circumstances we can speak the word of God, because the word of God is like precious pearls. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിന്റെ വായിൽ ദൈവത്തിന്റെ വചനം ഉണ്ടാകണമെങ്കിൽ നിന്റെ ധ്യാനം, നിന്റെ ചിന്തകൾ വചനമായിരിക്കണം. So if you want to speak the word of God, your thoughts and your meditation should be on the word of God. ദൈവം പറയുകയാണ്, യോശുവോട് പറയാ, നീ രാവും പകലും ധ്യാനിക്കണം. God is telling Joshua that you should meditate on the word of God day and night. എൻ്റെ ജീവിതത്തിലും ഞാനൊരു സൂപ്പർ ഹ്യൂമൻ ഒന്നുമല്ല. പലപ്പോഴും തിരക്കുകളിൽപ്പെട്ട് വേണ്ടതുപോലെ വചനം ധ്യാനിക്കാനുള്ള സമയങ്ങൾ മാറ്റിവെക്കാൻ കഴിയാതെ പോകാറുണ്ട്. Even in my life, I'm not a superhuman being, but even in my life, I have lapses where I do not meditate on the word of God as God desires of me. പക്ഷേ അതെന്നെ വല്ലാതെ ചില സമയങ്ങളിൽ ഹോണ്ട് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ ഒത്തിരി ഡിസ്റ്റർബ് ആക്കും. കർത്താവിൻ്റെ വചനം വായിച്ചില്ല എന്നുള്ളത് എന്നെ ഒത്തിരി പലപ്പോഴും ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്. But I get that feeling of guilt and disturbance in my mind and my heart when I don't meditate on the word of God. ഞാൻ സെമിനാറിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, എടാ എൻ്റെ ഹൃദയം അങ്ങ് തകർന്നു പോയി. അപ്പോൾ ഞാൻ എന്താ പറ്റി? ഞാനല്ല കേട്ടോ, എൻ്റെ ഹൃദയം അങ്ങ് തകർന്നു പോയി. ഞാൻ ചോദിച്ചു എന്താ? എറണാകുളത്തുള്ള എൻ്റെ സുഹൃത്താ. എന്താ പറ്റി? അതെ, ഞാൻ പോയി നോക്കിയപ്പം എൻ്റെ ബൈബിൾ മുഴുവൻ പൊടി പിടിച്ചിരിക്കുന്നു. So when I was studying in the seminary, a friend of mine who lives in Ernakulam told me, my heart is greatly troubled, and I asked him why, and he said, when I looked, my Bible is covered in dust. എവിടാ പഠിക്കുന്നേ? ഹല്ലേലൂയ. ബൈബിൾ പൊടി പിടിച്ചിരിക്കുക. അസൈൻമെന്റ് എഴുതുന്നുണ്ട്, സെമിനാർ എഴുതുന്നുണ്ട്, ലൈബ്രറിയിൽ പോയിരുന്ന പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കാൻ, വായിക്കാൻ സമയം ലഭിക്കുന്നില്ലെങ്കിൽ, ഹല്ലേലൂയ, ഇവിടെ പറയുക രാവും പകലും ഫേസ്ബുക്ക് നോക്കണം. ഹല്ലേലൂയ. ആണോ? സ്തോത്രം. അങ്ങനെയാണോ പറഞ്ഞേക്കുന്നത്? അല്ല, രാവും പകലും. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള ഹല്ലേലൂയ, ഫേസ്ബുക്ക് അല്ല, ഫേസ് ഓഫ് ഗോഡ് അല്ലേ? നമ്മുടെ കറണ്ട് സിറ്റുവേഷൻസുമായിട്ട് എനിക്കും നിങ്ങൾക്കും ഒക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ സാഹചര്യങ്ങളോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം രാവും പകലും ധ്യാനിക്കണമെന്ന്. So my friend felt guilty because although he was doing things related to the scripture, but he wasn't actually meditating on the word of God. So we need to meditate on the word of God. We need to not spend so much time on social media, but we should use those opportunities to meditate on God's word. ആരും കൈവക്കരുത്. സ്തോത്രം. എത്ര പേര് ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ സമയത്തെ മാറ്റി വയ്ക്കാറുണ്ട്? Can I ask frankly, how many of you separate time to meditate on the word of God? ഞാൻ കൈവക്കൽ നേരത്തെ തന്നെ പറഞ്ഞു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പക്ഷേ നമ്മുടെ ഉള്ളിലോട്ട് കയറുന്നൊരു ചോദ്യമായിട്ട് എന്നോടും നിങ്ങളോടും ദൈവത്തിൻ്റെ ചോദ്യമായിട്ട് നമ്മൾ ഏറ്റെടുക്കുക. എത്ര സമയം അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എത്ര സമയം ദൈവവചനത്തിനായിട്ട് നമ്മൾ മാറ്റിവെക്കാറുണ്ട്? Let us have a thought provoking our hearts as to how much time do we actually separate in a day to meditate on God's word. ഒന്നാം സങ്കീർത്തനത്തിലേക്ക് വരാം. Can we come to the Psalms chapter 1? അവൻ്റെ വായിച്ചു. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ആരാ ഭാഗ്യവാൻ? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്, ഡിലൈറ്റ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ. എന്താണ് യോശുവയോട് പറയുന്നത്? രാവും പകലും നിന്റെ ധ്യാനമായിരിക്കണം. So those who are delighted in the law will be delighted because they meditate on the word of God day and night. ഹല്ലേലൂയ. സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, ആമേൻ, സ്തോത്രം, യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷം, ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കും. അടുത്ത വാക്യം, നെക്സ്റ്റ് വേഴ്സ്. യെസ്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. Amen. Those who delight in the law of the Lord and who meditate on the word of God day and night, they are like a tree planted by the streams of water,
which yields its fruit in season and whose leaves do not wither. ദൈവവചനം ധ്യാനിക്കുന്നവൻ ഫലം കായ്ക്കുമെന്ന്. So those who meditate on the word of God will bear fruit. ദൈവവചനം വായിക്കുന്നവർ, ധ്യാനിക്കുന്നവർ ഫലം കായ്ക്കും. Those who read and meditate on the word of God, they will bear fruit. പലപ്പോഴും നമുക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയാത്തതിന്റെ കാരണം മനസ്സിലായില്ലേ? So I hope you understand why at sometimes that we are, or many times we are not able to bear fruit. ന്യായപ്രമാണം നമ്മുടെ ധ്യാനമാണോ? Do we meditate on the law? ഹൃദയം നിറഞ്ഞ് കവിയുന്നില്ല, അതരം സംസാരിക്കും. നമ്മുടെ വായിൽ നിന്ന് വചനം പുറത്തു വരാറുണ്ടോ? The mouth speaks what the heart is full of. Do we speak the word of God? ഫലം കൊടുക്കാൻ കഴിയുന്നുണ്ടോ? Are we able to produce fruit for God? ദൈവവചനം വായിക്കാത്രത്തോളം കാലം, ദൈവവചനം ധ്യാനിക്കാത്രത്തോളം കാലം ആത്മീക വളർച്ച ഉണ്ടാകത്തില്ല. As long as you do not meditate or read or meditate the word of God, you will not grow spiritually. പ്രതിസന്ധികളിൽ നമ്മൾ പെട്ടെന്ന് വാടിപ്പോകുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? ആമേൻ. പെട്ടെന്ന് വാടിപ്പോകുന്ന വൃക്ഷം പോലെ നമ്മൾ ആകുന്നതിന് കാരണം എന്തെന്നറിയാമോ? ചെറിയ ചെറിയ പ്രയാസങ്ങളിൽ പോലും ഞാനും നിങ്ങളും വാടിപ്പോകാൻ, ക്ഷീണിച്ചു പോകാൻ കാരണം മറ്റൊന്നുമല്ല, ഹൃദയത്തിൻ്റെ അകത്ത് നമ്മെ നിലനിർത്തുന്ന വചനത്തിന് സ്ഥലമില്ലാത്തത് കൊണ്ടാണ്. Many times why we wither away when we face life struggles is because we do not have the word of God. We do not meditate on the word of God. ചെറിയ വെയിലടിക്കുമ്പോഴേ വാടുന്നവരാ ചിലരൊക്കെ. Some of you wither away even by just exposing to a little bit of sunshine. ഹല്ലേലൂയ. ചെറിയ ചെറിയ വെയിലുകളിൽ വാടിപ്പോകുന്നതിന് കാരണം എന്താണെന്നറിയാമോ? ആമേൻ. നമ്മൾ ധ്യാനിക്കേണ്ട വചനം നമ്മുടെ ധ്യാനമായി മാറുന്നില്ല. നമ്മൾ ആമേൻ പറയേണ്ട വചനം നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്നില്ല. ഹല്ലേലൂയ. വചനത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയി. The reason why we wither away is because we do not meditate on the word of God. We do not observe the commands of God. We have strayed away from presence of God. വചനത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ല. We do not find delight in the law of the Lord. ന്യായപ്രമാണം നമ്മുടെ ധ്യാനമേ അല്ല. The law is not even in our meditation. പലപ്പോഴും നമ്മൾ വാടിപ്പോകുന്നു, ഫലം കൊടുക്കാൻ കഴിയുന്നില്ല. എന്നാൽ ദൈവവചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും അവന് ലഭിക്കേണ്ടതെല്ലാം വചനത്തിന് ലഭിക്കുന്നതിൻ്റെ അർത്ഥം അവന് ലഭിക്കേണ്ടതെല്ലാം, അവൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളത്, അവന് ഫ്രൂട്ട് പുറപ്പെടുവാൻ ആവശ്യമുള്ളതെല്ലാം അവന് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. ആത്മീകമായി നീ ഫലം കായ്ക്കാൻ ആവശ്യമുള്ളതെല്ലാം ഈ വചനത്തിനകത്ത് നിന്ന് നിന്നിലേക്ക് ഒഴുകിയിറങ്ങുവാനിടയാകും. So we wither and fall away because we do not meditate on the word of God. But when we meditate on the word of God, it is enough and it is essential and enough for us to yield fruit and that our leaves will not wither. ഹല്ലേലൂയ. ആമേൻ. അവൻ ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അടുത്ത ഭാഗം പറയുക, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. So whatever he does prospers those who meditate on the word of God. അവിടുന്ന് നമ്മൾ നേരെ ആമേൻ സ്തോത്രം യോശുവയുടെ പുസ്തകത്തിലേക്ക് വരികയാ. ദൈവം പറയുകയാണ്, അങ്ങനെയെങ്കിൽ യോശുവേ സ്തോത്രം, അതിൻ്റെ സ്തോത്രം 8ാമത്തെ വാക്യം തന്നെ താഴോട്ട് വായിക്കാമല്ലോ. 8ാമത്തെ വാക്യം. സ്തോത്രം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. So just as we read in Psalms that those will be blessed to meditate on the word of God, likewise here in Joshua also God is telling Joshua, if you meditate on the word of God, it will make you prosperous and then you will have good success. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നീ ചെയ്യുന്നതിലൊന്നും നിനക്കൊരു സന്തോഷമില്ല. ഹല്ലേലൂയ. നീ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, ഒന്നിലും ആമേൻ ഒരു സന്തോഷമില്ല. ദൈവവചനത്തിലേക്ക് നിന്റെ ശ്രദ്ധയെ തിരിക്കുക. കർത്താവിലേക്ക് നിന്റെ ആമേൻ ഹൃദയം പോകട്ടെ. Child of God, if you find dissatisfaction in your life, whatever you do, you're not satisfied, then turn your heart towards God. Take shelter in the word of God. അവൻ ഒന്നിലും സന്തോഷിക്കാൻ കഴിയുന്നില്ല. You're not able to find joy in any situation. പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, You go to prayers, ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട്, you attend fasting prayers, ബൈബിൾ സ്റ്റഡി അറ്റൻഡ് ചെയ്യുന്നുണ്ട്, you attend Bible study, ഹല്ലേലൂയ സ്തോത്രം, ആമേൻ, സഭായോഗത്തിന് വരുന്നുണ്ട്, you come for church service, വചനം കേൾക്കുന്നുണ്ട്, you hear the word of God, പക്ഷെ പലപ്പോഴും അത് അകത്തേക്ക് പോകുന്നില്ല. but many times it's not entering into your heart. ആമേൻ. സ്വയമായി ദൈവവചനത്തിന് മുൻപാകെ ഇരിക്കാൻ കഴിയുന്നില്ല. You're not able to spend time on a personal basis before the word of God. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വചനം രാപ്പകൽ ധ്യാനിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. So when you meditate on the word of God day and night, it will make you prosperous and you will have good success. ആമേൻ. പ്രതിസന്ധികളുടെ നടുവിൽ ദൈവവചനം നിന്നെ നിലനിർത്തുവാനിടയാകും.
In times of troubles, the word of God will sustain you. നീ ആത്മീകമായി ബലമുള്ളവനാകും. You will be strengthened spiritually. ഇത് നമ്മുടെ ആത്മീക മനുഷ്യനുള്ള ആഹാരമാ. This is the food for the spiritual man. സ്തോത്രം. പട്ടിണി കിടക്കുന്ന എത്ര പേരുണ്ട്? How many of you stay hungry? ഹല്ലേലൂയ. ആശീർവാദം പറഞ്ഞാൽ ഉടനെ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത് നമ്മുടെ ആഹാരം. കാരണം അത് തെറ്റല്ല, അത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യമാണ്. എന്നാൽ നമ്മുടെ ആത്മീക മനുഷ്യന് ആവശ്യമുള്ള ആഹാരത്തെക്കുറിച്ച് നമ്മൾ എത്ര പ്രാവശ്യം ചിന്തിക്കാറുണ്ട്? അല്ലെങ്കിൽ നമ്മളെപ്പോഴും ചിന്തിക്കത്തില്ല, ഇന്ന് ഉച്ചയ്ക്ക് എന്ത് കഴിക്കും, വൈകുന്നേരം എന്ത് കഴിക്കും, നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തോ ഉണ്ടാക്കിക്കൊണ്ട് പോകണം, അയ്യോ ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് ഇടയ്ക്ക് കഴിക്കാൻ എന്തോ ഉണ്ടാക്കണം, സ്വത്ര ഫ്രൂട്ട് 2 എക്സ്ട്രാ എടുത്ത് വെച്ചേക്കാം, അഥവാ വിശന്നാൽ കഴിക്കാം, അല്ലേ, സ്നാക്ക് ഇതിരിക്കട്ടെ അമ്മേ, അല്ലേ, അസ്ദേ ചെല്ലുമ്പം അല്ലെങ്കിൽ ലിഡിലി ചെല്ലുമ്പം അമ്മ ഈ സ്നാക്ക് 2 എടുത്ത് വെച്ചേക്കാൻ പോകുന്ന വഴിക്ക്. ഹല്ലേലൂയ. ആരൊക്കെയോ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. പാസ്റ്റർ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞെന്ന്? ദൈവമക്കളെ, അല്ലെ, നമ്മളെല്ലാവരും ഈ കാറ്റഗറിയിലൊക്കെ ഉള്ളവരാ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ ഒത്തിരി ചിന്തിക്കുന്നവരാ. എന്നാൽ നമ്മുടെ ആത്മീക മനുഷ്യനെക്കുറിച്ച് നമ്മൾ എത്ര പ്രാവശ്യം ചിന്തിക്കാറുണ്ട്? കർത്താവേ, എൻ്റെ അകത്തെ മനുഷ്യന് ആവശ്യമുള്ള ദൈവവചനം ഞാൻ ഇന്ന് ധ്യാനിച്ചില്ലല്ലോ, ഇന്ന് ഞാൻ എൻ്റെ ആഹാരം കഴിച്ചില്ലെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മീയ മനുഷ്യൻ എന്നും ഫാസ്റ്റിങ്ങാ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആത്മീക മനുഷ്യനെ ഫാസ്റ്റിംഗ് അല്ല, പട്ടിണിയാ. ഫാസ്റ്റിംഗ് എന്ന് പറയാനേ പറ്റത്തില്ല. ആത്മീക മനുഷ്യൻ പട്ടിണിയാ. ആത്മീക മനുഷ്യനെ പട്ടിണിക്കിട്ട് കൊല്ലരുത്. ഹല്ലേലൂയ. സ്തോത്രം. ആത്മീക മനുഷ്യൻ മാത്രമേ കാണത്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. We need to eat to survive in our physical body, and we think about it several times in the day, what we should eat, when we should have food, but at the same time, how many times do we consider whether we have been spiritually eating, or have we fed our spiritual person? So the longer we leave our spiritual person starving, that we will not progress in our spiritual life. Our spiritual person is always not fasting but actually starving. So do not let the spiritual person in you die away, but feed it according to the word of God. സോറി ജെസിബർ, ഞാൻ ഒരുപാട് വലിയ സെൻറ്റൻസുകൾ പറഞ്ഞതിന് ശേഷമാണ് ബ്രേക്ക് ഇടുന്നത്. സോറി. സ്തോത്രം. ഞാൻ പറയട്ടെ, ഒരു വാക്യം കൂടെ വായിച്ച് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. ആമേൻ. അവസാന വാക്യമായി 2 തിമോത്തിയോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 16-17 വാക്യം വായിച്ച് നമ്മൾ നിർത്തുക. സ്തോത്രം. 2 Timothy 3:16 and 17. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ. എല്ലാവരും ഇതിലൂടെ പറഞ്ഞ് ഞാൻ പ്രസംഗിക്കുന്നില്ല, നിങ്ങൾ തന്നെ ഇത് ഏറ്റെടുത്തോണം. എല്ലാ തിരുവെഴുത്തും ഗോഡ് ബ്രത്ത് ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്. നെക്സ്റ്റ് വേഴ്സ്. ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടയ്ക്കാം. So in 2 Timothy verse 16 we read, so all word of God is scriptures God breathed, and it's useful teaching, rebuking, correcting and training in righteousness, and so that the man of God may be thoroughly equipped for every good work. So may God strengthen us through these words. Hallelujah. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടയ്ക്കാം. നമ്മെ നിലനിർത്തുന്ന ദൈവവചനത്തിനായി, നമ്മെ വഴി നടത്തുന്ന ദൈവവചനത്തിനായി ഹല്ലേലൂയ. നമുക്ക് ദാഹിക്കാം, നമുക്ക് വാഞ്ചിക്കാം. വചനം നമ്മെ നിലനിർത്തും, വചനം നമ്മെ കറക്റ്റ് ചെയ്യും, വചനം നമ്മെ എക്യുപ്പ് ചെയ്യും, വചനം നമ്മെ പാപത്തിൽ നിന്ന് അകറ്റും, വചനം നമ്മെ നിത്യതയിലേക്ക് കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ്റെ വീണ്ടും ജനനം മുതൽ അവൻ്റെ നിത്യത വരെയും ദൈവത്തിൻ്റെ വചനമാണ് അവനെ നടത്തുന്നത്. വീണ്ടും ജനനത്തിലേക്ക് നടത്തുന്ന ദൈവവചനമാണ്. അവൻ അവിടെ മുതൽ ആരംഭിക്കുകയാ അവനെ വഴി നടത്തുന്നത്, അവനെ കറക്റ്റ് ചെയ്യുന്നത്, അവനെ നേരായ പാതയിൽ നടത്തുന്നത്. അവൻ ദൈവത്തിൻ്റെ സന്നിധിയോളം നിത്യതയോളം എത്തിക്കുന്ന വചനമാണ്. ആ വചനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം പലപ്പോഴും നമ്മൾ കൊടുക്കാറില്ല. വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക. കർത്താവിനോട് പറയാം, കർത്താവേ, ഞാൻ പലപ്പോഴും അങ്ങയുടെ വചനത്തിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. ഞാൻ പലപ്പോഴും അങ്ങയുടെ വചനം ധ്യാനിക്കാതെ പോയിട്ടുണ്ട്. കർത്താവേ,
കൃപ നൽകണമേ. പ്രാർത്ഥിക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വരുന്ന ഒരാഴ്ച ജീവിപ്പാനുള്ള ദൈവകൃപ ദൈവം നൽകുവാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ ഓരോരുത്തരെയും അതിശയകരമായി അത്ഭുതകരമായി വഴി നടത്തുവാൻ, നമ്മൾ ആത്മീകമായി ബലമുള്ളവരായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം.